നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം അവലോകനം ചെയ്യുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ജോ ബൈഡനും വൈറ്റ് ഹൗസിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. അതിൻ്റെ വിശകലനത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ജോ ബൈഡനും വൈറ്റ് ഹൗസിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ലോകം ഇപ്പോൾ USലേക്കും ഇന്ത്യയിലേക്കും ഉറ്റുനോക്കുകയാണെന്നും ഇരു രാജ്യങ്ങളും ആഗോള നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിസംബോധന ചെയ്യുന്നതിനും ആരോഗ്യ സംരക്ഷണം വിപുലപ്പെടുത്തുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രക്രിയയിലാണ് ഇന്ത്യയും USനുമെന്ന് ബൈഡനും പറഞ്ഞു. ഉഭയകക്ഷി ചർച്ചകൾക്കായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസിൽ ഔപചാരിക സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കിയത്. പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിത ജിൽ ബൈഡനും നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള US പ്രതിനിധി സംഘവും വൈറ്റ് ഹൗസിൽ സന്നിഹിതരായിരുന്നു. USഉം ഇന്ത്യയും തമ്മിലുള്ള ബന്ധം 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ ബന്ധങ്ങളിലൊന്നാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. As democracies, we can better tap into the full talent of all of our people and attract investments as true and trusted partners as leading nations, with our greatest export being the power of our example. Equity under the law, freedom of expression, religious pluralism, and diversity of our people. These core principles have endured and evolved even as they have faced challenges throughout each of our nation's histories, and will fuel our strength, depth, and future. ഇന്ത്യയുമായുള്ള സഹകരണത്തിൽ അഭിമാനമാണെന്ന് ബൈഡൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാന നിമിഷമാണിതെന്ന് മോദിയും വ്യക്തമാക്കി. इस कालखंड में भारत और अमेरिका की मित्रता पूरे विश्व के सामर्थ्य को बढ़ाने में पूरक होगी. ग्लोबल गुड के लिए वैश्विक शांति, स्थिरता और समृद्धि के लिए दोनों देश साथ मिलकर काम करने के लिए प्रतिबद्ध है. हमारी मजबूत स्ट्रेटेजिक पार्टनरशिप डेमोक्रेसी की ताकत का स्पष्ट प्रमाण है. ഇപ്പോൾ നമുക്കൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് ഒരുപക്ഷെ താങ്കൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യത്തെ അഭിസംബോധന കണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞത്, മുമ്പ് ഞാൻ അമേരിക്കയിൽ വന്നിട്ടുണ്ട്, വൈറ്റ് ഹൗസ് പുറത്തു നിന്നാണ് കണ്ടത്, ഇന്ന് ആ വൈറ്റ് ഹൗസിൻ്റെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഇത് രാജ്യത്തിൻ്റെ ഒരു അഭിമാന നിമിഷമാണ്. രണ്ട് കാര്യങ്ങളാണ് നരേന്ദ്രമോദി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നാളിതുവരെയുള്ള ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ കരുത്താർജിക്കുന്നു, ദൃഢമാകുന്നു, ഇന്ത്യയെ ലോകരാജ്യങ്ങൾ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു. രണ്ടാമത്, മോദി എന്ന ഇൻ്റർനാഷണൽ സ്റ്റേറ്റ്സ്മാനെ കുറിച്ചാണ്. ഒരു വലിയ ആഗോള തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോക നേതാവിൻ്റെ പട്ടികയിലേക്ക് ഉയരുന്നതിൻ്റെ കൂടി സൂചന അദ്ദേഹം തൻ്റെ വാക്കുകളിൽ നൽകുകയാണ്. എങ്ങനെ കാണുന്നു ഈ പ്രതികരണങ്ങളെ? ബൈഡനും അതിനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം, പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവം വല്ലാതെ മുഴച്ചു നിൽക്കുന്ന അവസരമാണിത്. നമുക്ക് നരേന്ദ്രമോദിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായുള്ള ബന്ധത്തെ 3 തലങ്ങളിലാക്കി മാറ്റാൻ സാധിക്കും. ഒന്ന്, ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി പോലും ആകുന്നതിന് മുൻപുള്ള കാലത്ത് അദ്ദേഹം നടത്തിയ ആദ്യ സന്ദർശനം. അപ്പോൾ വൈറ്റ് ഹൗസ് അദ്ദേഹം വളരെ ദൂരെ മാറി നിന്ന് മാത്രം കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ.
അതിനുശേഷം ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2002 ഗുജറാത്ത് കലാപത്തെ തുടർന്നുകൊണ്ട് 2005 ശ്രീ നരേന്ദ്രമോദിക്കുള്ള വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിൻവലിക്കുകയും അമേരിക്കയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അനുമതി കടന്നു വരാനുള്ള അനുമതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റദ്ദാക്കുകയും ചെയ്തത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാം ഘട്ടമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 6 തവണ ആതിഥ്യമരുളി. പക്ഷെ ഇത് 4ാം ഘട്ടമാണിത്. ആദ്യ 5 തവണ ആദ്യ 6 തവണ ആതിഥ്യം വരളിയപ്പോഴും വൈറ്റ് ഹൗസിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ നടക്കുകയും ആ കാര്യമായ സ്വീകരണം ലഭിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാധാരണ സ്വീകരണമാണ്. എന്നാൽ ഇപ്രാവശ്യം ആദ്യമായി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് ആദ്യമായി ഒരു സ്റ്റേറ്റ് വിസിറ്റ് ലഭിക്കുകയാണ്. ഓർക്കുക, ജോ ബൈഡൻ പ്രസിഡന്റ് ആയതിനു ശേഷം 3 രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റേറ്റ് വിസിറ്റ് അനുവദിച്ചിട്ടുള്ളൂ. ഒന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, രണ്ടാമത്തേത് സൗത്ത് കൊറിയയുടെ നേതാവിന്, മൂന്നാമത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് വരുന്ന വർദ്ധിച്ച പ്രാധാന്യം തീർച്ചയായും ഒരു വലിയ പരിഗണനാ വിഷയമാണ്. മോദി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അത് അമേരിക്കയിലെ 1% വരുന്ന ഭാരത വംശജരുടെ ഒരു ഗുഡ് വില്ലിലേക്ക് എത്തി നിൽക്കുമോ എന്ന അമേരിക്കയുടെ അന്വേഷണം. അതെ, ശ്രീ മോഹൻ വർഗീസ്, അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹാരി ട്രൂമാന്റെ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഹാരി ട്രൂമാൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തോട് ഈ ഗോവൽസ് ഇന്ത്യയിലേക്ക് ഒരു സ്ഥാനപതിയായി പോകണം എന്നാവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുന്ന ഒരു വാക്കുണ്ട്. ഞാനത് വായിക്കാം. ഐ തോട്ട് ഇന്ത്യ വാസ് പ്രെറ്റി ജാംഡ് വിത്ത് പുവർ പീപ്പിൾ, കൗസ് അറൌണ്ട് സ്ട്രീറ്റ് വിത്ത് വിച്ച് ഡോക്ടേഴ്സ് ആൻഡ് പീപ്പിൾ സിറ്റിംഗ് ഇൻ ഹോപ്പ് ആൻഡ് ബാത്തിങ് ഇൻ ഗെയിഞ്ചസ് എന്നാണ്. അപ്പോൾ ഐ ഡിഡ്ന്റ് റിയലൈസ് എനിബഡി തോട്ട് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഈ ട്രൂമാൻ പറയുന്നത്. അവിടെ നിന്ന് ഇന്ത്യ നോട്ട് ടു ബി എ നേഷൻ റെക്കൺഡ് വിത്ത്, ഒരിക്കലും ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട രാജ്യം പോലുമല്ല എന്ന് കരുതിയിരുന്ന അമേരിക്കയിൽ നിന്ന് കാലം മാറുകയാണ്. നമുക്കറിയാം 1971 ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിലായി. അന്ന് ബംഗ്ലാദേശിലെ ഈ പാകിസ്ഥാൻ നേതൃത്വം നൽകുന്ന വലിയ കലാപങ്ങൾക്ക് പിന്തുണയായാണ് അമേരിക്ക 6ാം കപ്പൽപ്പടയെ അയച്ചത്. ഒരുപക്ഷെ അന്ന് നമുക്കത് ഫലപ്രദമായി റഷ്യയുടെ പിന്തുണയോടുകൂടി തടയിടാനായി എങ്കിലും അന്ന് ആ ബന്ധം അത്ര നന്നായിരുന്നില്ല എന്ന് വ്യക്തമാണ്. പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമുക്കെതിരെ അവർ സാങ്ഷൻസ് കൊണ്ടുവന്നു. ഇപ്പോൾ അന്ന് ഉണ്ടായ ഒരു പൊഖാറൻ എക്സ്പ്ലോഷനെ ചൊല്ലിയായിരുന്നു ഇന്ത്യക്ക് എതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. അങ്ങനെയൊക്കെ വഷളായി നിന്നിരുന്നൊരു ഇന്ത്യ അമേരിക്ക ബന്ധമാണ് ഈ പോസ്റ്റ് കോൾഡ് വാർ സിനാരിയോയിൽ ശീത സമരാന്തര കാലഘട്ടത്തിൽ കൂടുതൽ കരുത്താർജിക്കുന്നത്. അത് ഇപ്പോൾ വലിയ തോതിൽ മാറ്റം വന്നിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇസ്ലാമിക് ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന അമേരിക്ക ഇന്ന് ആ നിലപാട് മാറ്റുകയാണ്. ഇന്ന് അവർ കുറെ കൂടി ഡെമോക്രാറ്റിക്കായ ഇന്ത്യയെ പങ്കാളിയാക്കുന്നതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന് നമ്മൾ പറയുമ്പോൾ അമേരിക്ക ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ അവരുടെ ഒരു സഖ്യകക്ഷിയായി മാറ്റാനാണോ, അതോ ഇന്ത്യയെ അവരുടെ ഒരു സൗഹൃദ കക്ഷിയായി മാറ്റാനാണോ, ഒരു സുഹൃത്തായാണോ, ഫ്രണ്ട് ഓർ എൻ അലൈ എന്ന ക്വസ്റ്റ്യൻ ഇവിടെ വലിയ തോതിൽ ഉയരുകയാണ്. നമുക്ക് നമ്മുടേതായ ചില അന്താരാഷ്ട്ര നിലപാടുകളുണ്ട്. അത് പണ്ഡിറ്റ് നെഹ്റുവിൽ നിന്ന് തുടങ്ങുന്ന ചേരുചേരാ നയവും ഒക്കെയാണ്. ഈ അന്താരാഷ്ട്ര നയങ്ങൾ റിവ്യൂ ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ ഈ നരേന്ദ്രമോദിയുടെ പുതിയ സന്ദർശനം നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത്? വലിയ മാറ്റങ്ങൾ നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ ഉണ്ടാക്കേണ്ടതിൻ്റെ സമയമായി എന്നതിൻ്റെ ഒരു ആഹ്വാനമാണോ ഈ ഒരു സന്ദർശനം നമുക്ക് നൽകുന്നത്? സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വിശാലമായ തലങ്ങളുള്ള ഒരു പ്രയോഗമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഒരു ദശകമായി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നൊരു സങ്കല്പമാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന തലത്തിലേക്ക് എത്തുന്നത് 1998 ഉപരോധത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ ഉപരോധത്തിന്റെ ഫലം ഇന്ത്യക്ക് ഒട്ടും അനുഭവിക്കേണ്ടി വന്നില്ല എന്നതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കണ്ണപ്പോഴാണ് തുറക്കുന്നത്. അതിനുശേഷം ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ സമയം വരുമ്പോഴത്തേക്ക് വളരെയധികം തലങ്ങൾ കടന്നുകൊണ്ട് ഭാരതം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു 3-ാം ലോക രാജ്യം എന്ന നിലയിൽ നിന്നും ഭാരതം ഒരു വലിയൊരു ശക്തിയായി, ഒരു സാമ്പത്തിക ശക്തി കൂടിയായി മാറിക്കഴിഞ്ഞത്. മുൻകാലങ്ങളിലും ഭാരതം ഒരു സൈനിക ശക്തിയാണ്, ആണവശക്തിയാണ്, അതെല്ലാം ശരിയാണ്. അമേരിക്കയ്ക്ക് അറിയാം നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ ലോ ആണ്, ഇപ്പോഴും അത് വളരെ താഴ്ന്ന നിലയിൽ ഇരിക്കുകയാണ്. കേവലം 3 ട്രില്യൺ ഇക്കോണമി മാത്രമാണ് ഭാരതം.
അമേരിക്ക 25 ട്രില്യൺ ഇക്കോണമിയാണ്. ചൈനയുടെ 15 ട്രില്യൺ ഇക്കോണമിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭാരതത്തിന്റെ പ്രാധാന്യം സാമ്പത്തിക രംഗത്തും കുറവാണ്. എന്നാൽ ഭാവി വളർച്ചാ നിരക്ക് കണക്കിലെടുക്കുമ്പോൾ ഭാരതം അതീവ സാധ്യതയുള്ള ഒരു രാജ്യമായി കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ലോകരാഷ്ട്രീയ ഭൂപടം മാറി വരികയാണ്. ഈ പറയുന്ന ഹാരി ട്രൂമാന്റെ കാലത്തെ ശീതയുദ്ധത്തിന്റെ കാലമാണ്. അന്നൊരു ബൈപോളാർ വേൾഡ്, ഇരുധ്രുവ സംവിധാനത്തിൽ ഭാരതം ചേരിചേരാ നയം അഡോപ്റ്റ് ചെയ്യുമ്പോഴും റഷ്യയോട് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ, അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു. നമ്മുടെ എല്ലാ ഡിഫൻസ് പർച്ചേസുകളും റഷ്യയിൽ നിന്നായിരുന്നു. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന ഒരു പതിവ് ഭാരതത്തിന് ഉണ്ടായിരുന്നില്ല. അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ യാതൊരു സഹകരണവും അർത്ഥപൂർണമായ ലെവലിൽ അമേരിക്കയുമായി ഉണ്ടായിരുന്നില്ല. ഒരു ദരിദ്ര രാജ്യം എന്ന നിലയിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന രാജ്യം എന്ന ഇമേജാണ് ഹാരി ട്രൂമാന്റെ കാലത്തുണ്ടായിരുന്നത്. അതിനുശേഷം ഘട്ടം ഘട്ടമായി ഭാരതം സ്വയം പര്യാപ്തത നേടിയെടുക്കുകയും ധവള വിപ്ലവം, ഹരിത വിപ്ലവം എന്ന് വേണ്ട ബ്ലൂ കോളർ റെവല്യൂഷൻ വരെ ഒരു IT ഹബ്ബായി ഭാരതം മാറുകയും അങ്ങനെ ലോകത്തിന്റെ മുൻനിരയിലേക്ക് ഒരു ടെക്നോ പവറും കൂടി, ഇക്കണോമിക് പവർ മാത്രമല്ല, ഒരു ടെക്നോളജിക്കൽ ജയന്റ് ആൻഡ് സ്പേസ് പവറായി മാറുമ്പോൾ ഭാരതത്തിന്റെ പ്രാധാന്യം അമേരിക്കയ്ക്ക് കാണാതിരിക്കാനാവില്ല. ശ്രീ മോഹൻ വർഗീസ്, ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് തുടർന്നും പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങി വരാം. ഏതായാലും അല്പസമയത്തിനകം ഈ പ്രധാനമന്ത്രിയും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റും മാധ്യമങ്ങളെ കാണും എന്നാണ് കരുതുന്നത്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ വിശകലനം തുടരുകയാണ്. ശ്രീ മോഹൻ വർഗീസ് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ആവശ്യമുണ്ട്. ഒരുപക്ഷെ അത് സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാം ആകാം, ഒരുപക്ഷെ ഈ പാൻഡമിക്കുകൾ, ഇത്തരം മഹാമാരികൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, സ്പേസ് ടെക്നോളജി ആകാം, അത് സമുദ്ര ഗവേഷണമാകാം, അത് കൂടുതൽ പ്രൊഫഷണലുകൾക്ക് വിസ ആവശ്യപ്പെടുന്ന മേഖലയിലാകാം, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലാകാം. അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രാധാന്യത്തോടു കൂടിയുള്ള സ്ഥിതി, ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അമേരിക്ക എന്താണ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നതുകൂടി വിശകലനം ചെയ്യേണ്ട ഒരു സമയമല്ലേ ഇത്? കാരണം നമുക്കറിയാം, ഇപ്പോൾ അമേരിക്ക വലിയ തോതിൽ ഇന്ത്യയുമായി ട്രേഡ് റിലേഷൻസ് നടത്തുന്നു. ഞാൻ ആ ട്രേഡിൻ്റെ കണക്കുകൾ നോക്കുകയായിരുന്നു. അത് കഴിഞ്ഞ കാലങ്ങളേക്കാൾ വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2020-21 അത് 80.51 ബില്യൺ ആയിരുന്നു. അത് 2021-22 ആകുമ്പോൾ അത് 119.42 ബില്യണിലേക്ക് ഉയരുന്നു. അത് ട്രേഡ് സർപ്ലസ് വരുന്നു അമേരിക്കയ്ക്ക് $32.8 ബില്യൺ. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന മൂന്നാമത്തെ വലിയ നിക്ഷേപം വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം ഞാൻ നോക്കുകയായിരുന്നു. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മേഖലകൾ, അമേരിക്കയിലേക്ക് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ മൂന്നാമത്തെ രാജ്യം, കൊളംബിയയും അതുപോലെ UK കഴിഞ്ഞാൽ മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. അതുപോലെ ഏറ്റവും അധികം പണം ചെലവാക്കുന്ന രാജ്യങ്ങളിൽ, അതായത് അമേരിക്കയിൽ ഏറ്റവും പണം ചെലവാക്കുന്നവരിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ എന്ന് പറയുന്നു. അങ്ങനെ ഇന്ത്യ വലിയൊരു ശക്തിയായി അമേരിക്കയ്ക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ഒരു ഘടകം. പക്ഷേ അമേരിക്ക ഇന്ത്യയിൽ നിന്നും പ്രധാനമായി ഈ നയതന്ത്ര ബന്ധങ്ങൾ എന്ന അർത്ഥത്തിൽ ഉറ്റുനോക്കുമ്പോൾ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക എന്നാണോ ശ്രീ മോഹൻ വർഗീസ് നമ്മൾ കരുതേണ്ടത്? അതോ അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ അമേരിക്കയ്ക്കുണ്ടോ? ഒരുപക്ഷെ ഇന്ത്യയും അമേരിക്കയും ചില കോമൺ പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ 26/11, 9/11 സംഭവങ്ങളാണ്. അത് ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. രണ്ട് രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങൾ. അത്തരം മേഖലകളാണോ അമേരിക്ക കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? അതോ ഇത് തികച്ചും വ്യാപാര ബന്ധവുമായി മാത്രം ചുരുങ്ങുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണോ വരുന്നത്? ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ രണ്ടുപേരും ഊന്നി പറഞ്ഞത്, ശ്രീ ജോ ബൈഡനും ശ്രീ നരേന്ദ്രമോദിയും ഊന്നി പറഞ്ഞ ഒരു കാര്യം ഷെയർഡ് വാല്യൂസ് എന്നാണ്. ഇത് വെറും ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഷെയർഡ് വാല്യൂസ്, കോമൺ വാല്യൂസ്, പൊതുവായ മൂല്യങ്ങൾ, അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്തുന്ന പൊതുമൂല്യങ്ങൾ. അത് ജനാധിപത്യം മുതൽ നിയമവാഴ്ച വരെയുള്ള കാര്യങ്ങളിലെല്ലാം പൊതുമൂല്യങ്ങളാണ്. പക്ഷേ ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഷെയർഡ് ഇൻട്രസ്റ്റ് എന്നാണ്. കോമൺ ഇൻട്രസ്റ്റ്, അത് മൂല്യങ്ങൾ മാത്രമല്ല, അതിനെ ഇൻട്രസ്റ്റായി കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു നല്ല റിലേഷൻഷിപ്പിന്റെ ഊടും പാവും ഉണ്ടാവുക. ആ റിലേഷൻഷിപ്പിന് 3 തലങ്ങൾ ഉണ്ടാകണം.
യഥാർത്ഥത്തിൽ നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഒരു കച്ചവട രാജ്യമാണ്. കച്ചവട താല്പര്യങ്ങളാണ് അമേരിക്ക നയിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഭാരതവും കച്ചവട കണ്ണുകളോട് തന്നെയാണ് അമേരിക്ക സമീപിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് അമേരിക്ക. $119 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് ഓരോ വർഷവും നടക്കുന്നത്. അത് വലിയ സർവകാല റെക്കോർഡാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഭാരതത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന നിലയിൽ ഭാരതത്തിന് തീർച്ചയായിട്ടും അമേരിക്കയെ ഒഴിവാക്കാനാവില്ല, അമേരിക്കയ്ക്ക് ഭാരതത്തെ ഒഴിവാക്കാനാവില്ല. അതുകൊണ്ട് ഇതൊരു ഷെയർഡ് ഇൻട്രസ്റ്റ് കൂടിയാണ് ഇക്കോണമിയുടെ രംഗത്ത്. ഇനി അതിനേക്കാൾ പ്രധാനമാണ് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ട്രേഡ്. ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുന്നു. ബിസിനസ് ട്രാൻസാക്ഷൻ, തീർച്ചയായും നമുക്ക് ആയുധ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു. ഭാരതം എന്നും ആഗ്രഹിച്ചിരുന്ന ജെറ്റ് എഞ്ചിനുകൾ ഇതാ ഭാരതത്തിൽ ലഭിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു വലിയ പ്രതീക്ഷയാണ്. നമ്മുടെ തേജസ് എയർക്രാഫ്റ്റ്, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസിന് പ്രൊപ്പൽ ചെയ്യാൻ തക്ക ജെറ്റ് എഞ്ചിനുകൾ വരുന്നു. അത് മാത്രമല്ല ഡ്രോണുകളുടെ കാലഘട്ടമാണ്. ഇപ്പൊ ഇതെല്ലാം ലോകത്തെ ആകമാനം ഡ്രോണുകളാണ്. ഇറാൻ റഷ്യക്ക് ഡ്രോൺ നൽകി സഹായിക്കുന്നു. അതുപോലെ മറ്റു പല രാജ്യങ്ങളുടെയും ഡ്രോണുകൾ ആകാശത്ത് പാറി പറക്കുന്നു. ഇന്ത്യക്ക് അത്യന്താധുനിക സാങ്കേതിക വിദ്യയുള്ള 30 ഡ്രോണുകളാണ്. 3 ബില്യൺ ട്രേഡാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ വലിയ തോതിലുള്ള ഡിഫൻസ് വ്യാപാര കരാറുകളിലേക്ക് എത്തി നിൽക്കുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അമേരിക്ക ഒരിക്കലും ഇന്ത്യക്ക് കൈമാറില്ല എന്ന് കരുതിയിരുന്ന സാങ്കേതിക വിദ്യകൾ വളരെ പെട്ടെന്ന് ഇന്ത്യക്ക് കൈമാറാൻ സന്നദ്ധമാകുന്ന ഒരു കാഴ്ചയാണ്. മുൻപോർക്ക് അതിശീത സാങ്കേതിക വിദ്യ, ക്രയോജനിക് സാങ്കേതിക വിദ്യ ഭാരതത്തിന് കൈമാറാതെ ഇരുന്നത് കൊണ്ടാണ് 20 വർഷം നമ്മുടെ ആ സ്പേസ് പ്രോഗ്രാം പുറകോട്ട് പോയി. അപ്പൊ നമുക്ക് ചന്ദ്രയാനും മംഗളയാനും എല്ലാം സാധ്യമായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് ടെക്നോളജി കൊണ്ടാണ്. അമേരിക്ക നമുക്ക് നൽകും എന്ന് വിശ്വസിച്ചിരുന്ന, റഷ്യ നമുക്ക് നൽകും എന്ന് വിശ്വസിച്ചിരുന്ന ആ ടെക്നോളജി അമേരിക്കയുടെ ഇടപെടൽ കാരണം ആണവ കരാറിനെ തുടർന്നുണ്ടായ ആണവ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ആണവ ടെസ്റ്റിംഗ്. മോഹൻ വർഗീസ്, സമയക്കുറവ് കൊണ്ടാണ്. ഒരുപക്ഷെ ഒട്ടനവധി വിഷയങ്ങൾ ഇത്തരത്തിൽ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്, വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സെക്യൂരിറ്റി ത്രെറ്റ്സിനെ സംബന്ധിച്ചു കൂടി അമേരിക്ക എന്ത് നയമെടുക്കുമെന്നൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാത്തിരിക്കുന്നു. പാകിസ്ഥാനും ഇന്ത്യയും അതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ നാളിൽ ഇതുവരെയൊക്കെ ഉണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാട് അമേരിക്ക സ്വീകരിക്കുമെന്നതൊക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമാണ്. ഏതായാലും ഈ വിശകലന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഇനി ഗൾഫ് 18 കാണാം.